ഇവിടെ ഒരു കൈതച്ചെടിയുണ്ട്. അത് ഞാൻ വന്ന കാലം തൊട്ട് ഇങ്ങോട്ട് നീ കിടന്ന് അങ്ങോട്ടായി. ഇപ്പം നല്ല ഒരു വണ്ടി വരാണ്ട് റോഡ് ഇവർക്കുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർ അത് വൃത്തിയാക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും ഇതിൻ്റെ കൂടെ വണ്ടി പോയാൽ ഇവിടെ ഉള്ള ആൾക്കാർ വണ്ടിയൊന്നും ഇതിൻ്റെ കൂടെ കടത്തി വിടത്തില്ല. ഇവിടെ കൊയ്ത്ത് സമയമുണ്ട്. ഇതേ വെള്ളം വിത്ത് ഇട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. കിടക്കുന്നുണ്ട്. പക്ഷേ നല്ലതാണ്. വൃത്തിയില്ലെന്ന് വെച്ചാൽ വൃത്തിയാക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞു ഒരുമയില്ല. കേസ് കണ്ടം അങ്ങനത്തെ സ്ഥലമുണ്ട്. ഇത് കണ്ടം കാണിച്ചത് നിൽക്കണേ. ഞാൻ പന്നിയുടെ വീട് കാണിച്ചത്. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലോട്ട് വരണ വഴി. കിടക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്. ഇത് എവിടെ ഇരിക്കുന്നതാണ് എൻ്റെ അമ്മായിമ്മ. ഞാൻ കാണിച്ചത് എല്ലാം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി. ഞങ്ങളുടെ അമ്മച്ചി ഞാൻ നിൽക്കുന്ന എൻ്റെ അനിയൻ. ഞങ്ങൾ ഇവിടെ ഒരു 3 വർഷം താമസിച്ച് ഞങ്ങളുടെ അണ്ണൻ കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് കിട്ടിയ വീടാണ്. കിടക്കുന്ന അവസ്ഥ എന്താ? ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തത് ഞങ്ങളാണ്. ഇതാണ് ഞങ്ങളിപ്പം വീടിൻ്റെ അവസ്ഥ. ഒന്ന് വെള്ളം കയറിയതാ ഗൈസ്. വഴി ഇറമ്പിലാണ് വീടിരിക്കുന്നത്. എല്ലാമുണ്ട്. മാവുണ്ട്, കുടംപുളി തൈയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വെച്ചതാണ് ഇതൊക്കെ. ഇതേ കണിക്കൊന്ന നിൽക്കുന്നുണ്ടാ. ഞാൻ വച്ചിട്ട് പോയ കണിക്കൊന്ന്, അടയ്ക്കാൻ മരം, മാവ് എല്ലാം. ഞാൻ എൻ്റെ കുടംപുളി ഇപ്പം ഞാൻ വീട് വയ്ക്കാൻ വന്നപ്പോൾ എങ്ങനെ കിടന്ന് അതുപോലെയാണ് ഇപ്പം കിടക്കുന്നത്. ഞാൻ വീട് വെച്ചപ്പോൾ ഇവിടെ നല്ല അമ്പലം പോലെ നല്ല വൃത്തിയാക്കി കിടന്ന സ്ഥലം. എൻ്റെ കുടംപുളി മരം, ഞാൻ നട്ട എൻ്റെ കുടംപുളി മരം. എൻ്റെ മാവ്, ഞാൻ നട്ട എൻ്റെ മാവും തൈ. എനിക്കിത് കാണുമ്പോൾ സങ്കടം വരും ഗൈസ്. ഒരുപാട് സങ്കടം വരും. കിടക്കണുണ്ടോ? എന്താ ഗൈസ്? കണ്ടോ? വെള്ളം കയറ്റിയിട്ടിരിക്കും. വെള്ളം കയറ്റിയത് അടിച്ചു പോലെ കിടക്കും. നമ്മുടെ അമ്മച്ചായിരുന്നു. ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മ. അണ്ണ ഇവിടെ വന്നിട്ട് എത്ര അറിയത്തില്ല. കണ്ട സ്ഥലങ്ങൾ കണ്ട എല്ലായിടവും കിടക്കുന്നുണ്ട്. ഇതൊരു വനമായിട്ടാണ് തോന്നുന്നത്. അല്ലേ? ഇതൊരു വനം അല്ലേ? ഇതൊരു വനം. വനത്തിനകത്തൊരു വീടാണ്. ഒരു വീടിൻ്റെ തൊട്ടടുത്ത് കിടന്ന തോടാണ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയണമല്ല. ഈ കുളത്തിൽ നിന്ന് എൻ്റെ അണ്ണൻ മീൻ പിടിച്ചിട്ടുണ്ട്. ഇത് കരിമീൻ, വരാൽ, കുഞ്ഞു കുഞ്ഞു മീനുകൾ, ആമയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ നാട്ടിൽ വന്നാണ് പിന്നെ പുഴമീനൊക്കെ പിടിച്ച് കറി വയ്ക്കാൻ തുടങ്ങിയത്. കിടക്കണം ആ തോടായി കിടക്കുന്നത്. ഇപ്പം ഇവിടെയൊക്കെ ഞാൻ ഇറങ്ങി പിന്നെ
നമ്മൾ ഓരോ സ്ഥലത്ത് ആൾക്കാർ കാട് വെട്ടി തീ കത്തിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ഈ കാട്ടിനിറങ്ങി ഞാൻ അവിടെ നിന്ന് ആ പരുത്തി കമ്പ് ഇഷ്ടം പോലെ വെട്ടി അടുക്കി കൊണ്ടുവച്ച് തീ കത്തിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് അമ്പലപ്പുഴ പുറക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ കുറച്ച് വടക്കോട്ട് മാറി ഒരു യൂട്യൂബറുണ്ട്, അത് അറിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും, മല്ലു ഫാമിലി. ആ കൊച്ചു താമസിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ്. അവരൊക്കെ അവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല ആൾക്കാരുണ്ട്. അവരെല്ലാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയണമല്ല, ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ കിടക്കുന്ന തോടല്ലാതെ ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുന്നു. ഇവിടെ കിടക്കുന്ന തോട് പഞ്ചായത്ത് വൃത്തിയാക്കാത്തതെന്ന് പറയാം. ഈ പരിസരത്ത് ഈ വീടിൻ്റെ പരിസരം കിടക്കണം. ഞങ്ങളുടെ ഒരു വീടാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടിയ വീട്. ഞങ്ങൾ 2017 അണ്ണൻ്റെ കൂടെ ഞാൻ ജോലി സ്ഥലത്ത് പോയപ്പോൾ നല്ല രീതിയിലിരുന്ന് മക്കളെ കൊണ്ട് പഠിക്കാൻ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഒന്ന് വെള്ളം കയറി ആ വീടിൻ്റെ ഒരു കുഴപ്പം വന്നില്ല. പിന്നെ അണ്ണനങ്ങ് ജോലി സ്ഥലത്തായി, ഞാൻ പിള്ളേരെ നോക്കാൻ വേണ്ടി വിട്ടിരുന്നു. പിന്നെ വന്നപ്പോൾ വീട് കാറ്റത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവരാരും നോക്കത്തില്ല. അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ഇവർ തന്നെ വലിച്ചെടുത്ത് ടാർപ്പായും അതും ഇതുമൊക്കെ അവർ സൂക്ഷിക്കാതെയൊക്കെ നോക്കാതായിട്ട്. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ചങ്ക് പൊടിഞ്ഞു പോകണം. ഞങ്ങൾ താമസിച്ച വീട്. ഞാൻ അതാണ് ഇവിടെ വരാത്തത്. വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ, ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. എൻ്റെ മക്കൾക്ക് അറിയാം, എൻ്റെ അണ്ണനറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വരത്തില്ല. വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. വീട് കിടക്കണമെന്ന് സങ്കടം വരും. ഈ പുളിയുടെ മൂട്ടിൽ കൂടെയുള്ള വഴിയായിരുന്നു. ഇവിടെയാണ് എപ്പോഴും വന്ന് ഞങ്ങൾ ഇരിക്കണം. ഈ പുളിയുടെ മൂട്ടിൽ എപ്പോഴും ഞങ്ങൾ ഒത്തിരി 2-3 പിള്ളേരും ഞാനായിട്ട് കൂട്ടുകാരായിട്ട് ഇവിടെ എപ്പോഴും ഇരിക്കും. അതുകൊണ്ട് ഇപ്പം നല്ല രസമാണ്. റോഡ് പോലെ കിടക്കണ്ട, ആരും ശ്രദ്ധിക്കണില്ല. ഇവിടെ അധിക സമയം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇവരെപ്പോഴാണ് വയലൻ്റ് ആണെന്ന് അറിഞ്ഞു.